സ്പെയിനിലെ ഒരു ഭംഗിയുള്ള ബീച്ച്. അങ്ങോട്ട് വെക്കേഷൻ ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ് മിച്ചും അവൻ്റെ ഗേൾഫ്രണ്ടായ കത്രീനയും കൂടെ. മിച്ചിൻ്റെ എല്ലാമാണ് കത്രീന. അങ്ങനെ ആ കടലിനെയും സൂര്യനെയും ആൾക്കാരെയും സാക്ഷി നിർത്തി അവൻ കത്രീനയെ പ്രപ്പോസ് ചെയ്തു. തൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് മിച്ചിന് കൊടുത്ത മോതിരം കൊണ്ടാണ് മിച്ച് അവളെ പ്രപ്പോസ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ട് സന്തോഷത്തിൽ കത്രീനയുടെ കണ്ണ് നിറയുന്നു. അവൾ ഇത്രയും കാലം ആഗ്രഹിച്ചൊരു കാര്യമാണ് മിച്ചിൻ്റെ ഈ പ്രപ്പോസൽ. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ഡ്രിങ്ക്സ് എടുക്കാൻ പോവുകയാണ് മിച്ച്. ആ സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ കുറച്ച് ടെററിസ്റ്റുകൾ അങ്ങോട്ടെത്തുന്നത്. എത്തുകയെന്ന് മാത്രമല്ല, അവിടെയുള്ള മുഴുവൻ ജനങ്ങളെയും ഷൂട്ട് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആരും അവർ വെറുതെ വിടുന്നില്ല. മിച്ചാണെങ്കിൽ വേഗം തന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് കത്രീനെ കണ്ടെത്താൻ നോക്കുന്നു. ആ സമയത്താണ് തൻ്റെ കാലിലങ്ങ് വെടിയേൽക്കുന്നത്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ കത്രീനയെ തേടിക്കൊണ്ടേയിരുന്നു. ശവങ്ങളുടെ കൂമ്പാരാണ് അവിടെ. അങ്ങനെ അവസാനം കത്രീനയെ കണ്ടെത്തി. എന്നാൽ തൻ്റെ കൺമുന്നിൽ വെച്ച് തീവ്രവാദികളുടെ നേതാവ് കത്രീനയെ അങ്ങില്ലാണ്ടാക്കുന്നു. അതുമാത്രമല്ല, മിച്ചിൻ്റെ മുതുകത്തും ഷോൾഡറിലും ഷൂട്ട് ചെയ്യുന്നു. അങ്ങേർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കത്രീനയുടെ മരണം വല്ലാത്തൊരു മരവിപ്പായിരുന്നു മിച്ചിന്. അങ്ങനെ 18 മാസം കടന്നുപോയി. സ്റ്റിൽ അതേ മരവിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. താടിയൊക്കെ വളർന്ന് വല്ലാത്തൊരവസ്ഥയിലാണ് പുള്ളിക്കാരൻ. ഒരു ഭ്രാന്തനെ പോലെ തൻ്റെ കാമുകിയുടെ മരണത്തിൻ്റെ ഉത്തരവാദികളെ തേടിക്കൊണ്ടിരിക്കുകയാണ് മിച്ച്. അങ്ങനെ അവസാനം ഡാർക്ക് നെറ്റ് വഴി ഇതേ തീവ്രവാദികളുമായിട്ട് അവൻ ചാറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അതും അവരുടെ ആളായിട്ട്, അവരുടെ സംഘത്തിൽ ചേരാൻ പോകുന്ന ആളായിട്ട്. അതിൽ നിന്ന് മിച്ചിന് ഒരു കാര്യം മനസ്സിലായി. തൻ്റെ കത്രീനയെ കൊന്നുകളഞ്ഞ തലവൻ്റെ പേര് അൽ മൻസൂർ എന്നാണ്. അങ്ങനെ മൻസൂറിനെ പിടിക്കാൻ മിച്ച് തീരുമാനിച്ചു. പക്ഷെ അവരുടെ അടുത്തോട്ട് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. സോ അവരുമായിട്ട് ചാറ്റ് ചെയ്ത് വിശ്വാസം പിടിച്ചു പറ്റണം. എന്നിട്ട് വേണം മൻസൂറിനെ തീർക്കാൻ. എന്നാൽ അത്രയും വലിയൊരു ഭീകരനുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ തനിക്ക് അസാധ്യ സ്കില്ലിൻ്റെ ആവശ്യമുണ്ട്. സോ തുടങ്ങി ട്രെയിനിങ് എടുക്കാൻ. ഫൈറ്റിംഗ്, ഗൺ ഫൈറ്റിംഗ്, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ്, അങ്ങനെയെല്ലാം 18 മാസത്തിൻ്റെ ഇടയിൽ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരുന്നു. പ്രതികാരം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമാണ് മിച്ചിനുള്ളത്. എന്നാൽ മിച്ചറിയാത്തൊരു കാര്യമുണ്ട്. മിച്ചിൻ്റെ അപ്പാർട്ട്മെൻറ്റ്, അവൻ പോകുന്ന വഴികൾ, കടകൾ, ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വേണ്ട സകലതും എൻ്റെ CIA വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. തൽക്കാലേ മക്കൾ ഇത്രയും കേട്ടാൽ മതി. സോ ഇതിൻ്റെ ബാക്കി കാണാനായിട്ട് നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പൊക്കെ ബൈ.